ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു നിൽസ് അക്കാദമി. നമ്മൾ ഇത് CUET UG കെമിസ്ട്രി ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ CUET UGയുടെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയുടെ കംപ്ലീറ്റഡ് ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് 4th ചാപ്റ്റർ ആണ്, കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് നമ്മുടെ കംപ്ലീറ്റഡ് ആണ്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുക. ഓക്കെ, സോ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ, അതിനുശേഷം വരുന്ന 4th ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അതാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ അല്ലേ? സോ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ ക്ലാസ്സിലേക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ചാപ്റ്ററിലും നമ്മൾ തുടക്കത്തിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയാറുണ്ട് അല്ലെ. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ച് ആണ്, വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ദ വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ദെയർ മെക്കാനിസം. ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതുപോലെ അവരുടെ മെക്കാനിസം, റിയാക്ഷന്റെ മെക്കാനിസം എന്താണ്? അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പഠന ശാഖയാണ് നമ്മുടെ ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കിപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ, ഏതൊക്കെ തരത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതായത് റിയാക്ഷന്റെ റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒന്നാമത് പറയുന്നത് ഫാസ്റ്റ് റിയാക്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ നമുക്ക് പറയാം. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ. ഓക്കെ അല്ലെ? ഫാസ്റ്റ് അഥവാ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ ഏതാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് കംപ്ലീറ്റ്സ് ഇൻ ലെസ് ദാൻ 10⁻⁻12 സെക്കൻഡ് ടൈം ഈസ് നോൺ ആസ് ഫാസ്റ്റ് റിയാക്ഷൻസ്. അപ്പൊ എന്താണ് ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ അല്ലെ, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഫാസ്റ്റ് അഥവാ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു മെഷർ ദ സ്പീഡ് ഓഫ് സച്ച് റിയാക്ഷൻ. അപ്പൊ കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് കഴിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഫാസ്റ്റ് റിയാക്ഷൻസ്. നമുക്ക് അതിന്റെ സ്പീഡ് നമുക്ക് മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ നമുക്ക് പറയാം. പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എങ്ങനെയാണ് അതിന്റെ സ്പീഡ് നമുക്ക് മെഷർ ചെയ്യുന്നത്? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അയോണിക് റിയാക്ഷൻസ്, അതുപോലെ ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിക്കും അല്ലെ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതുപോലെ അയോണിക് റിയാക്ഷൻസ്, ഇതെല്ലാം തന്നെ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ് റിയാക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് സ്ലോ റിയാക്ഷൻസ്. സ്ലോ റിയാക്ഷൻസ്. എന്താണ് സ്ലോ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ്. ചിലപ്പോൾ കുറച്ച് മിനിറ്റുകളായിരിക്കാം, ചിലപ്പോൾ അത് മണിക്കൂറുകളായിരിക്കാം അല്ലെ. ചിലപ്പോ മണിക്കൂറുകൾ അല്ലെ, 2, 4, 5, 24 മണിക്കൂർ, 1 മണിക്കൂർ എടുത്ത് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോ ഇയേഴ്സ് അല്ലെ, വർഷങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആയിരിക്കാം അല്ലെ. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്ലോ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ സ്ലോ റിയാക്ഷൻസ് ഉണ്ട്, ഫാസ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് കഴിയുന്ന റിയാക്ഷൻസ് ഒക്കെ ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻസ് ആണ്. സ്ലോ റിയാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് വർഷങ്ങളോ മാസങ്ങളോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് സ്ലോ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തുരുമ്പിക്കുന്നത് അല്ലെ, ഇരുമ്പൊക്കെ തുരുമ്പിക്കുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡയമണ്ടിന്റെ ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെ സ്ലോ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ്
ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ് അല്ലെ. മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സ്ലോ ആൻഡ് ഫാസ്റ്റ് റിയാക്ഷൻസ് ആർ കോൾഡ് മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ്. അതായത് ഈ സ്ലോ റിയാക്ഷന്റെയും ഫാസ്റ്റ് റിയാക്ഷന്റെയും ഇടയ്ക്ക് വരുന്ന റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ, ഇതിനെയാണ് നമ്മൾ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സ്ലോവിന്റെയും ഫാസ്റ്റ് റിയാക്ഷന്റെയും ഇടയ്ക്ക് വരുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 തരത്തിൽ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 3 തരത്തിലുണ്ട് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 3 രീതിയിൽ നമുക്ക് ഒരു റിയാക്ഷന്റെ റേറ്റിനെ പറയാം. ഒന്ന് ഫാസ്റ്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻസ് ആണ്, മറ്റൊന്ന് സ്ലോ റിയാക്ഷൻസ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ് ആണ്. പിടികിട്ടിയല്ലോ? അപ്പൊ ഫാസ്റ്റ് റിയാക്ഷൻസ് പറയാൻ വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ സ്ലോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങളോ മാസങ്ങളോ എടുത്ത് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. നമ്മൾ ഡയമണ്ടിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്നത്, ഫാസ്റ്റിന്റെയും സ്ലോയിന്റെയും ഇടയിൽ വരുന്ന റിയാക്ഷൻസ് ആണ് മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസിൽ വരുന്നത്. ഓക്കെ അല്ലെ? ഇനി അടുത്തത് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ എന്താണ്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് per unit time. It is expressed in mole, liter inverse, second inverse അല്ലെങ്കിൽ മോളാർ സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടൈം ഇൻവേഴ്സ് യൂണിറ്റ്. അപ്പൊ ഇത്രയൊന്നും വേണ്ട, നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഒരു യൂണിറ്റ് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കെമിക്കൽ ചേഞ്ചസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമില് എത്രത്തോളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, അതിന്റെ ആ ഒരു എമൗണ്ട്. ഓക്കെ അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്ട്സ് പെർ യൂണിറ്റ് ടൈം. അപ്പൊ കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റുകളുടെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ത് വെച്ച് നോക്കുമ്പോൾ പെർ യൂണിറ്റ് ടൈം അല്ലെ. ഓരോ യൂണിറ്റ് സമയത്തും ആ കോൺസെൻട്രേഷൻ, ആരുടെ കോൺസെൻട്രേഷൻ ആണ്? റിയാക്ടൻസിന്റെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് എന്താന്ന് മനസ്സിലാക്കി വെക്കണം. ആ യൂണിറ്റ് ആണ് മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ അല്ലെ? യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ അല്ലെ? യെസ്, ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ റിയാക്ടന്റിന്റെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട്. ഓക്കെ അല്ലെ? അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലെ? ഇനി നമുക്ക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കി. റേറ്റ് ഓഫ് എ റിയാക്ഷന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, എങ്ങനെ എഴുതാൻ നോക്കി നിങ്ങളൊന്ന്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈക്വൽ ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ്. ഓക്കെ അല്ലെ? പ്രോഡക്റ്റിന്റെയോ അല്ലെങ്കിൽ റിയാക്ടന്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന കൂടലോ കുറവോ, അതാണ് ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ്, ഒന്നില്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ആരുടെ കോൺസെൻട്രേഷൻ? ഒന്നില്ലെങ്കിൽ റിയാക്ടന്റിന്റെയോ ഓർ പ്രോഡക്റ്റിന്റെയോ. ഓക്കെ അല്ലെ? അപ്പൊ റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്മെന്റോ ഡിക്രീസ്മെന്റോ വിത്ത് റെസ്പെക്ട് ടു എന്ത് കൂടി ഉണ്ടാവണം? ഇവിടെ സമയം കൂടി ഉണ്ടാവണം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പിടികിട്ടിയോ? അപ്പൊ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്മെന്റോ ഡിക്രീസ്മെന്റോ വിത്ത് റെസ്പെക്ട് ടു ടൈം. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ?
പിടികിട്ടിയില്ലേ? യെസ്. ദിസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നമുക്ക് എങ്ങനെ കൊടുക്കാം അതിനെ? ആർ ആവറേജ് എന്ന് പറയാം അല്ലെ. ഇതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയാം. ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ബൈ ദി ടൈം ഇന്റർവൽ. എളുപ്പമല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞതേപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസിനെ ഈ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ? ആവറേജ് റേറ്റ് നമുക്ക് കിട്ടും. പിടികിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയാലോ? യെസ്, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ഫോർ എ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് അതിന്റെ എങ്ങനെ എഴുതുന്നു നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. എന്താണ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ? ഫോർ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഗീവ്സ് എന്താണ്? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്, ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ ആണ്. കേട്ടല്ലോ? ഓക്കെ അല്ലെ? ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഓക്കെ ആണല്ലോ? ഇതിന്റെ ആവറേജ് റേറ്റ് നമുക്ക് എഴുതണം. എങ്ങനെയാണ് ആവറേജ് റേറ്റ് നമ്മൾ എഴുതുന്നത്? അതായത് ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ആർ ആവറേജ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ. ആവറേജ് റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് റേറ്റ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കണം? നിങ്ങൾക്ക് എപ്പോഴും അറിയാം അല്ലെ, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്മെന്റ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ നടക്കാന്ന് വിചാരിച്ചോളൂ. ഇപ്പോ ഞാൻ ഒരു ജനറൽ എക്സാമ്പിൾ വെച്ച് അത് നമുക്ക് പറയാം. ഇപ്പൊ നോക്കിയേ, എ എന്ന് പറഞ്ഞ പ്രോഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് ബി എന്ന് പറഞ്ഞ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടുക എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എ റിയാക്ട് ചെയ്യും തോറും ഈ എയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ എടുത്ത കോൺസെൻട്രേഷൻ ചെയ്യും കുറഞ്ഞു വരും അല്ലെ. എയുടെ കോൺസെൻട്രേഷൻ കുറയുന്നു. എന്നാൽ തൽഫലമായിട്ട് ബിയുടെ കോൺസെൻട്രേഷൻ എന്തുണ്ടാവുന്നു? ബിയുടെ കോൺസെൻട്രേഷൻ കൂടി വരികയല്ലേ ചെയ്യുന്നത്? ആണല്ലോ. സോ ഈ ഡിക്രീസ്മെന്റ് ഇൻ കോൺസെൻട്രേഷൻ നമുക്ക് നെഗറ്റീവ് സിമ്പിൾ വെച്ച് സൂചിപ്പിക്കാലോ. ഓക്കെ അല്ലേ? ഇത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എന്നല്ലേ അതിന്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പൊ എനിക്ക് എയുടെ കോൺസെൻട്രേഷൻ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ എനിക്കത് എങ്ങനെ കാണിക്കാം? മൈനസ് എങ്ങനെ കാണിക്കാം? കുറയുന്നു. ഒരു ചെറിയ കോൺസെൻട്രേഷനിലല്ലേ വ്യത്യാസങ്ങൾ വരുള്ളൂ. അപ്പൊ എനിക്ക് ഡെൽറ്റ വെച്ച് കാണിച്ചൂടെ? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. അപ്പോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കൊടുക്കണമല്ലോ. അതേപോലെ പ്രോഡക്റ്റിന്റെ എങ്ങനെ എഴുതണം? പ്ലസ് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് വി ഡിവൈഡഡ് ബൈ എങ്ങനെ വരും? ഡെൽറ്റ ടി. കിട്ടിയല്ലോ അല്ലെ. സോ ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മളിവിടെ എഴുതി കാണിക്കാനായിട്ട് പോകുന്നത്. പിടികിട്ടിയോ? എന്താണ്? ഒരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറഞ്ഞ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഒരു സർട്ടൈൻ ടൈം പോകുന്തോറും എയുടെ കോൺസെൻട്രേഷൻ കുറയുകയും ബിയുടെ കോൺസെൻട്രേഷൻ കൂടി വരികയുമാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മൈനസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് കാണിക്കാനാണ് മൈനസ്. അതുപോലെ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ ചേഞ്ച് ആണ് എന്ന് കാണിക്കാനാണ് ഡെൽറ്റ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? സോ നമുക്കിനി ഈ പാർട്ടിലേക്ക് വന്നാലോ. യെസ്, ഈ പാർട്ടിലേക്ക് നിങ്ങൾ നോക്കി നോക്കിയേ. എങ്ങനെ ഈ പാർട്ട് പറയുന്നത്? ആർ ആവറേജ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കണം? മൈനസ് ഇട്ടു 1/a. എന്താണ് 1/a എന്ന് കൊടുത്തിട്ടുള്ളത്? യെസ്, 1/a എന്ന് പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ആണല്ലേ. സോ കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലേ. അപ്പൊ -1/a ഇൻറ്റു എങ്ങനെ കൊടുക്കണം? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു -1/b ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/c ഇൻറ്റു delta concentration of delta C by delta T equal to 1/d into delta concentration of D divided by delta T. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? കുറച്ചും കൂടി നീട്ടി പഠിക്കാം. യെസ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ. സോ നമുക്കിതില് എങ്ങനെ പറയാം? അതായത് ഈ റിയാക്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും എ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് എ അവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെടും അല്ലെ, കാണാതാവും. എ എന്ന് പറയുന്നത്
അതുപോലെ തന്നെ ബിയുടെ കോൺസെൻട്രേഷൻ എന്താ ചെയ്യുന്നത്? ബിയും എന്ത് ചെയ്യാണ്? സമയം പോകുന്തോറും കുറഞ്ഞ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ നമുക്ക് ഈ എയുടെ ഡിസപ്പിയറൻസിന്റെ റേറ്റിന് നമുക്ക് മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നും കൊടുക്കാം. ബിയുടെ ഡിസപ്പിയറൻസിന്റെ റേറ്റിന് നമുക്ക് മൈനസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി എന്നും കൊടുക്കാം. കൊടുത്തുകൂടെ? യെസ്, കൊടുക്കാമല്ലോ അല്ലെ? കൊടുക്കാം. ഇനി എ ഇവിടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് സി എന്ത് ചെയ്യുന്നു? സിയും ഡിയും പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? കൂടി വരികയാണല്ലേ ചെയ്യുന്നത്. സി ഡി എന്നുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. പിടികിട്ടിയോ? ഓക്കെ ആണോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, നോക്കിയേ, ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇതെന്താണ് ഓർത്ത് വെക്കേണ്ടത്? സമയം പോകുന്തോറും എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. അതാണ് നെഗറ്റീവ് എന്നുള്ള സിമ്പിൾ വെച്ച് കാണിച്ചിട്ടുള്ളത്. ടൈം പോകുന്തോറും സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ കൂടി വരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് സിമ്പിൾ വെച്ച് യൂസ് ചെയ്തു. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആവറേജ് റേറ്റിനെ നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഇതാണ് ആവറേജ് റേറ്റ്. അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് അല്ലെ? ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആർ ഗീവ്സ് പി എന്നുള്ളതാണ് ഇവിടുത്തെ ജനറൽ റിയാക്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? ആർ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പി എന്ന് പറഞ്ഞ പ്രോഡക്ട്സ് കിട്ടുന്നു. ഇതാണ് ഇവിടുത്തെ ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എങ്ങനെ എഴുതണം? ആർ ഇൻസ്റ്റന്റേനിയസ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻസ്റ്റന്റേനിയസ് പറയുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കണം? എന്ത് കൊടുക്കണം? റിയാക്ടന്റിന്റെ റേറ്റ് കുറയുന്നു, പ്രോഡക്റ്റിന്റെ റേറ്റ് കൂടുന്നു അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ആർ ഇൻസ്റ്റന്റേനിയസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലെ? പിടികിട്ടിയോ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞിട്ടുള്ളത്? മൈനസ് കാണിക്കുന്നത് അവിടെ എന്തുണ്ടെന്ന് കാണിക്കാനാണ്, കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് കാണിക്കാനാണ് മൈനസ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? സോ മൈനസ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലെ? റിയാക്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലെ? ഇതല്ലേ ആർ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആർ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്? യെസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇങ്ങനെയും കൊടുക്കാം അല്ലെ? ഡെൽറ്റ പി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ അല്ലെ? ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഈ ഡെൽറ്റയ്ക്ക് പകരം കണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ? ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡി എന്നുള്ള ലെറ്റർ കൂടി യൂസ് ചെയ്യാം. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ വരും? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡി ടി. കിട്ടിയോ? ഓക്കെ അല്ലേ? കിട്ടിയല്ലോ അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന് നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ അല്ലെ? യെസ്. ഇനി നമുക്ക് എന്താണ് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് റിയാക്ഷൻ റേറ്റ് മെഷർ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നമുക്ക് പി എച്ച് മെഷർമെന്റ് യൂസ് ചെയ്യാം. അതുപോലെ ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ റേറ്റിന്റെ മെഷർ ചെയ്യാം. പ്രഷറിൽ ചേഞ്ച് വരുത്തി നമുക്ക് റിയാക്ഷൻ റേറ്റിനെ മെഷർ ചെയ്യാം. കണ്ടക്ടൻസിൽ ചേഞ്ച് വരുത്തി നമുക്ക് റിയാക്ഷൻ റേറ്റിനെ മെഷർ ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ റേറ്റിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലോ അല്ലെ? യെസ്.
ഇനി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനിലുള്ള ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുന്നുണ്ട്. ആ വാൻ ഹോഫ് ഫാക്ടർ പ്രകാരം ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷന്റെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ ആവറേജ് റേറ്റ് എഴുതാനും പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാനും പഠിച്ചു. പിടികിട്ടിയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? അപ്പോൾ ആവറേജ് റേറ്റ് എഴുതാനും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാനും ഒന്ന് ഓർത്ത് വെക്കണം. അതിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ മൈനസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ചേഞ്ച് ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡെൽറ്റ എന്നുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗമാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ സ്വഭാവവും അതുപോലെ അതിന്റെ ഗാഢത കോൺസെൻട്രേഷനും, അതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, താപം. ഓക്കെ അല്ലേ? അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാമത്തതാണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും റിയാക്ടന്റിന്റെ സ്വഭാവം നേച്ചറും. രണ്ടാമത്തത് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ഇനിയുമുണ്ട്, കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ടെമ്പറേച്ചർ. അടുത്തത് ഏതാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ്. സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ് മൂന്നാമത്തത്. നാലാമത്തത് റേഡിയേഷൻ ആൻഡ് കാറ്റലിസ്റ്റ്. അപ്പൊ 5 എണ്ണമാണ് ഇവിടുത്തെ ഫാക്ടേഴ്സിൽ വരുന്നത്. ഒന്നാമത് നമുക്ക് നമ്മുടെ റിയാക്ടന്റിന്റെ നേച്ചറും കോൺസെൻട്രേഷനും പറയാം. രണ്ടാമത് പ്രഷർ പറയാം. മൂന്നാമത് ടെമ്പറേച്ചർ പറയാം. പിന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസ് ആണ്. പിന്നെ നമുക്ക് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് പറയാം. സർഫസ് ഏരിയ പറയാം റിയാക്ടന്റിന്റെ. ഇതെല്ലാം തന്നെ ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ പറഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? അതിൽ ആവറേജ് റേറ്റും അതുപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ്. എന്താണ് ഒരു റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? 6. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? എന്തിന്റെ പ്രൊഡക്റ്റുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്നുകൂടി നോക്കിയോക്കെ, എന്താണ് നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്? നോക്കിയോക്കെ, റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ ഇങ്ങനെയല്ലേ കാണിക്കുക? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ? ഇപ്പൊ ഞാൻ എ ബി എന്ന് പറഞ്ഞ 2 റിയാക്ടൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ എയുടെയും ബിയുടെയും മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടോ? ഇതല്ലേ ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ഷന്റെ റേറ്റ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന്റെ പ്രോഡക്റ്റുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിടികിട്ടിയല്ലോ? അത് പ്രകാരം നമുക്കൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാലോ. ഏതാണ് ജനറൽ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ജനറൽ റിയാക്ഷൻ. ഈ ജനറൽ റിയാക്ഷൻ നമുക്ക് ഈ ഒരു ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം എങ്ങനെ പറയാം? റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മോളാർ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ഏതൊക്കെയാണ് ഇവിടുത്തെ റിയാക്ടന്റ് എന്ന് പറയുന്നത്? എയും ബിയുമാണ് റിയാക്ടന്റ്. അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ A raised to A, B raised to B. കാരണം നമ്മൾ പവർ ആയിട്ട് കാണിക്കണം അല്ലേ?
പവർ ആയിട്ട് നമ്മൾ എഴുതണം അല്ലേ? അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യല്ലോ. ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് വേണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാൻ? ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് കെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കെ ആണ് ഇവിടുത്തെ എന്ത്? നമ്മുടെ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ചേഞ്ച് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺസ്റ്റന്റ് കിട്ടി. കണ്ടോ? ഓക്കെ, ഈ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഏത് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആള്. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം റേറ്റ് എക്സ്പ്രഷനെ എഴുതാനായിട്ട് പഠിച്ചു. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. കോൺസെൻട്രേഷൻ എഴുതുന്നതിന് മുന്നേ നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റണം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കെ. കെനെ വിളിക്കുന്ന പേര് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? പക്ഷേ എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി ഡിപ്പെൻഡ് അപ്പോൺ ആൽഫ കോൺസെൻട്രേഷൻ ടേം ഓഫ് എ ആൻഡ് ബീറ്റ കോൺസെൻട്രേഷൻ ടേം ഓഫ് ബി. പക്ഷേ എക്സ്പെരിമെന്റലി നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത്. പക്ഷേ എക്സ്പെരിമെന്റലി നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൽഫയാണ് ഏതിന്റെ കോൺസെൻട്രേഷൻ ടേം? എ എന്ന് പറഞ്ഞ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് ഏതാണ്? ആൽഫയാണ്. എ എന്ന് പറഞ്ഞ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടേം ആൽഫയും ബി എന്ന് പറഞ്ഞ ആളുടെ കോൺസെൻട്രേഷൻ ടേം ബീറ്റയുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിയാക്ഷനെ എങ്ങനെ എഴുതാം? ഈ റിയാക്ഷൻ എങ്ങനെയായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു ആൽഫ ഇൻറ്റു concentration of B raised to beta equal to K into concentration of A raised to alpha into B raised to beta. പിടികിട്ടിയോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? യെസ്. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എ ബിക്ക് പകരം ആൽഫ ബീറ്റ എന്നുള്ള കോൺസെൻട്രേഷൻ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അങ്ങനെ എഴുതുമ്പോഴുള്ള ആ ഒരു നമ്മൾ അത് എഴുതുമ്പോഴുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ചു തന്നത്. ഇതിൽ ഓരോന്നും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഓരോന്നും കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എയും ബിയുമാണ്. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? അതുപോലെ കെ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അഥവാ റേറ്റ് കോൺസ്റ്റന്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ഇതിൽ തന്നിട്ടുള്ള ടേംസ്. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേമുകളാണ്. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇനി നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിനെ കുറിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. ആരാണ്? റേറ്റ് കോൺസ്റ്റന്റ്. എന്താണ് റേറ്റ് കോൺസ്റ്റന്റ്? അതിനെ കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഒരു എബോവ് എക്സ്പ്രഷൻ എഴുതിയില്ലേ? കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു ആൽഫ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബീറ്റ നമ്മൾ എഴുതിയില്ലേ? യെസ്. അതില് ഇൻ ദ എബോവ് എക്സ്പ്രഷൻ K is called rate constant or velocity constant. ഈ മുകളിൽ പറഞ്ഞ എക്സ്പ്രഷനത്തെ കെനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ കെനെ പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റന്റ് may be defined as the specific rate of a reaction when the molar concentration of the reactant is taken to be unity. എന്താണ് പറയുന്നത്? നമുക്ക് ഈ കെനെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു പേര് കൂടി വിളിക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പെസിഫിക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കെനെ നമുക്ക് സ്പെസിഫിക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് കൂടി വേണമെങ്കിൽ വിളിക്കാം. എപ്പോൾ? when molar concentration of reactants is taken to be unity. നമ്മൾ ഇവരുടെ മോളാർ
കോൺസെൻട്രേഷൻ, റിയാക്ടന്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കെനെ സ്പെസിഫിക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് കൂടി വിളിക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന് അങ്ങനെയാണെങ്കിൽ? എങ്ങനെ എഴുതാം? യെസ്, എങ്ങനെ എഴുതാം നമുക്ക്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞു കൊടുക്കാം. എപ്പോൾ? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ടു 1 ആണെങ്കിൽ അല്ലെ? അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇങ്ങനെയല്ലേ വരുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി, ഇങ്ങനെയാണല്ലോ വരുന്നത്. എയും ബിയും 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കെ ആണ്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ആർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞു കിട്ടും അല്ലെ? ആർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞു കിട്ടും. എപ്പോഴാണ് ആർ ഈസ് ഈക്വൽ ടു കെ ആവുന്നത്? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 1 ആകുമ്പോഴാണ് ആർ ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞു കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതിനെ തന്നെയാണ് സ്പെസിഫിക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നതും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ ഒരു nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 1/t ഇൻറ്റു 1 കോൺസെൻട്രേഷൻ ഓഫ് n-1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? nth ഓർഡർ റിയാക്ഷന്റെ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ k ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? 1/time ഇൻറ്റു 1 കോൺസെൻട്രേഷൻ റേസ് ടു n-1. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ റേറ്റ് എക്സ്പ്രഷൻ അഥവാ റേറ്റ് കോൺസ്റ്റന്റിന്റെ ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊന്ന് നോക്കിക്കേ. റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തത്, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫാസ്റ്റർ ഈസ് ദ റിയാക്ഷൻ. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഫാസ്റ്റർ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കെ അല്ലെ? കെയുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. ഈച്ച് റിയാക്ഷൻ ഹാസ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പൊ ഓരോ റിയാക്ഷനും റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. The value of rate constant for the same reaction changes with the temperature. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എന്തിന് ചേഞ്ച് വരും? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂവിൽ ചേഞ്ച് വരും. The value of rate constant of reaction does not depend upon the concentration of the reactants. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഫാസ്റ്റർ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ റിയാക്ഷനും പർട്ടിക്കുലർ ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റിയാക്ഷൻ ആണെങ്കിൽ കൂടി ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഈ കെയുടെ വാല്യൂല് വ്യത്യാസം വരുന്നുണ്ടാകും. പിന്നെ കെയുടെ വാല്യൂ ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ അല്ലെ? ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത്? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, അടുത്ത ഭാഗമാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അത് അടുത്തതാണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അപ്പൊ രണ്ടെണ്ണം, ഓർഡർ ഓഫ് എ റിയാക്ഷനും മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷനും. ഓക്കെ, ഓർഡർ ഓഫ് എ റിയാക്ഷൻ, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. നമുക്ക് രണ്ടും എന്താ നോക്കിയാലോ? ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം, അതിനുശേഷം മോളിക്കുലാരിറ്റി പഠിക്കാം, പിന്നെ നമുക്ക് ആ കമ്പാരിസണിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ദി സം ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഓൺ വിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ആക്ച്വലി ഡിപ്പെൻഡ്സ്. അതായത് നമ്മളൊരു റേറ്റ് എക്സ്പ്രഷൻ എഴുതല്ലോ, ആ റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ സമ്മ്. മനസ്സിലായോ? അപ്പൊ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ. ഈ നമ്മൾ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവർ ആയിട്ട് എഴുതില്ലേ? ഇപ്പൊ നമ്മൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് ഓർമ്മയുണ്ടോ? അതിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ.
അതിന്റെ സമ്മാണ് ഏത് നമ്മുടെ ഏത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സം ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് അല്ലെ, സം ഓഫ് ദി powers of the concentration terms on which rate of a reaction actually depend. Okay, rate of a reaction actually depend ചെയ്യുന്ന പവേഴ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ സം ഓഫ് ദി പവേഴ്സ് കേട്ടോ, പവേഴ്സിനെയാണ് നമ്മള് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം ഓർഡറിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ. നമുക്ക് എന്താ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇത് ഓർത്ത് പോണേ, നമ്മൾ പവേഴ്സ് ആയിട്ട് എഴുതുന്ന ആൾക്കാരുടെ സമ്മിനെ നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്, അത് ഓർക്കണേ. ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനൊരു ജനറൽ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ? യെസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഞാൻ ഒരു ജനറൽ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പോവാണ്. എ പ്ലസ് ബി gives സി പ്ലസ് ഡി. ഒരു ജനറൽ റിയാക്ഷൻ ഞാൻ എഴുതി. ഇതിന്റെ റേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. എന്താ റേറ്റ് എക്സ്പ്രഷൻ? റേറ്റ് ഈക്വൽ ടു ഒരു കോൺസെൻട്രേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഏത് വേണം നമ്മുടെ ആര് വേണം? റേറ്റ് കോൺസ്റ്റന്റ് വേണം ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എന്ത് വരും? ആൽഫ അല്ലെങ്കിൽ എക്സ്, ഏത് വേണമെങ്കിലും കൊടുക്കാം അല്ലെ? എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡർ, ഓക്കെ, ഓർഡർ ഈക്വൽ ടു, എങ്ങനെയാണ് ഓർഡർ എഴുതുക? ഓർഡർ ഈക്വൽ ടു ഈ പവേഴ്സ്, ഏതാ പവേഴ്സ്? ഇവിടുത്തെ എക്സും ഇവിടുത്തെ വൈയും അല്ലെ എക്സ്പൊണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ആണ്, അതിന്റെ സമ്മ്. അപ്പൊ എക്സ് പ്ലസ് വൈ. കേട്ടോ? ഇതാണ് ഓർഡർ. പിടികിട്ടിയാലോ? എക്സ് പ്ലസ് വൈ, ഇതാണ് ഓർഡർ. ഇനി മറന്നു പോവില്ലല്ലോ? ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലെ? അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവില്ലേ? എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിപ്പോ നമ്മൾ പറഞ്ഞതിലേക്ക് നമുക്ക് എന്നിട്ട് പോകാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എക്സാമ്പിൾ ആണേ, എക്സാമ്പിൾ കേട്ടോ. ഒരു എക്സാമ്പിൾ ആണ്. H2 പ്ലസ് I2 gives 2HI. ഓക്കെ അല്ലെ? സിമ്പിൾ എക്സാമ്പിൾ. ഇതിന്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് എഴുതണം അല്ലെ? R ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ്, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? H⁻² എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കില്ല അല്ലെ? നമ്മൾ ഏതിനെയാണ് നമ്മൾ പവേഴ്സ് ആയിട്ട് എഴുതുന്നത്? ഫ്രണ്ടിൽ വരുന്ന ടേംസിനാണ് നമ്മൾ പവേഴ്സ് ആക്കി എഴുതുക. ഇവിടെ H2ന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ടേം തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 എന്ന് എഴുതണം. ഓക്കെ അല്ലെ? ഇൻറ്റു I2ന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഉണ്ടോ? I2ന്റെ ഫ്രണ്ടിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ടേം ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും താഴത്ത് കിടക്കുന്ന ആൾക്കാരെ അല്ല നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? താഴത്ത് കിടക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിനെ അല്ല നമ്മൾ ഈ 2 പവർ ആയിട്ട് കൊടുക്കുന്നത്, തൊട്ട് ഫ്രണ്ടിൽ വരുന്ന ടേംസിനെയാണ്. നമ്മളിപ്പോ 2H, ഇപ്പൊ നിങ്ങൾ നോക്കി 2H2 എന്നുണ്ടെങ്കിൽ 2H2 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും H2⁻²2 എന്നവിടെ കാണിച്ചിരിക്കണം. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലെ? ഇതിന്റെ ഓർഡർ നമ്മൾ എങ്ങനെ എഴുതും? ഓർഡർ ഇതിന്റെ ഓർഡർ നിങ്ങൾ എങ്ങനെ എഴുതും? പറയൂന്ന്. ഓർഡർ ഈക്വൽ ടു എങ്ങനെ എഴുതും? പവേഴ്സ് നോക്കണം അല്ലെ? അതായത് ആ ഒരു കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സ്. ഇവിടെ ഒന്നുമില്ല, H2ന്റെ മുകളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0 എന്നാണോ? ഒരിക്കലും അല്ല അല്ലെ? 0 അല്ല, പകരം എന്താണ്? 1. ഓക്കെ അല്ലെ? എന്താണ്? 1. അതേപോലെ I2ന്റെ മുകളിൽ ഒന്നുമില്ല, അതിന്റെ അർത്ഥം ഇവിടെ 0 എന്നാണോ? ഒരിക്കലും അല്ല അല്ലെ? എന്താ നമ്മൾ എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത്? യെസ്, 1.
സോ നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡർ എന്ന് പറയുന്നത് 1 + 1 which is equal to 2. സോ ഇത് എന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ എഴുതാനായിട്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് ഓർഡർ എഴുതാന്ന് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ എഴുതാനായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത എക്സാമ്പിൾ ആണ് യെസ്, 2NO plus O2 gives 2NO2. ഓക്കെ അല്ലേ? 2NO plus O2 gives 2NO2. ഇതിന്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതണം അല്ലെ? അപ്പൊ റേറ്റ് എക്സ്പ്രഷൻ R is equal to K into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO എന്താണ് വരുന്നത്? NO. യെസ്, NOന്റെ ഫ്രണ്ടിൽ 2 ഉണ്ട് അല്ലേ? അപ്പൊ raised to 2 കിട്ടിയല്ലോ അല്ലെ? raised to 2 into O2. O2ന്റെ ഫ്രണ്ടിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് raised to 1 ആയിരിക്കും വരിക. നമ്മൾ മനസ്സിൽ കണ്ടുപിടിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. ഇനിയിപ്പോ O2ന്റെ ഫ്രണ്ടിൽ 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ O2 raised to 2 എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഇനി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡർ അല്ലെ? ഓർഡർ ഈക്വൽ ടു എന്തായിരിക്കും? 2 + 1 അല്ലെ? ഈ 2 പ്ലസ് ഇവിടുത്തെ 1 which is equal to 3. സോ ഇതെന്താണ്? ഇതൊരു തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. പിടികിട്ടിയല്ലോ അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റിയാക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ, അങ്ങനെ നമുക്ക് റിയാക്ഷന്റെ ഓർഡർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി നോക്കിയാലോ? കണ്ടോ, ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ദി എക്സ്പൊണൻസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഇൻ ദ റേറ്റിലും. ഓക്കെ അല്ലേ? ഇറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ ആസ് വെൽ ആസ് സീറോ. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ ആസ് വെൽ ആസ് സീറോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇതിന്റെ അടിയിൽ വരുന്നുണ്ട്, ഈ ഒരു ടേബിൾ ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസും ഉണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ടേം. നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ order of a reaction is applicable to elementary as well as complex reactions. elementary reactionsനും complex reactionsനും applicable ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയല്ലേ കോംപ്ലക്സ് റിയാക്ഷൻസിന് മാത്രമുള്ളതാണ് ഓർഡർ, അങ്ങനെയൊന്നുമില്ല. കോംപ്ലക്സിനും അതുപോലെ തന്നെ എലിമെന്ററി റിയാക്ഷൻസിനും ഉള്ളതാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻ ഈസ് ഓൾസോ പോസിബിൾ. നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻസും ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഓർഡേഴ്സ്. അതായത് ഓർഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് റിയാക്ഷൻ, അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണോ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണോ, അല്ല തേർഡ് ഓർഡർ റിയാക്ഷൻ ആണോ, അല്ല ഇതൊന്നുമല്ല സീറോ ഓർഡർ റിയാക്ഷൻ ആണോ എന്നുള്ളതൊക്കെ അതിന്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ പലതരത്തിലുള്ള റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിള് നമുക്ക് ഇപ്പൊ പഠിച്ചതുപോലെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ വെച്ച് കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എക്സാമ്പിൾ വെച്ച് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? പിന്നെ പഠിച്ച അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ആവാം, സീറോ ആവാം എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ഫ്രാക്ഷണൽ ആവാം, സീറോ ആവാന്ന്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ സീറോ ഓർഡർ റിയാക്ഷൻസ് ഏതാണ് നമുക്കൊന്ന് നോക്കിയാലോ? സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഫ്രാക്ഷനിലേക്ക് പോകാം. നോക്കൂ, സീറോ ഓർഡർ റിയാക്ഷൻ നോക്കി. H2 + Cl2 gives 2HCl. HNu എന്ന് പറയുന്നത് അവിടെ ലൈറ്റ്,
ലൈറ്റിന്റെ പ്രസൻസിലാണെന്ന് കാണിക്കാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് കാണിക്കാനാണ് പ്ലാറ്റിനം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ റേറ്റ് നിങ്ങൾ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഏത് റിയാക്ഷൻസ് ഇവിടെ തന്നിട്ടില്ലേ, ഈ തന്നിട്ടുള്ള രണ്ട് റിയാക്ഷന്റെയും റേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് 0 ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? 0 ഓർഡർ റിയാക്ഷൻ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. 0 ഓർഡർ റിയാക്ഷൻ. ഓക്കെ അല്ലെ? ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ നോക്കിക്കേ, ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നോക്കിക്കേ, നോക്കിക്കോളൂ കേട്ടോ. യെസ്, നോക്കിക്കേ, ഇവിടെ ഇപ്പൊ നമ്മൾ 2NH3 കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് എക്സ്പ്രഷൻ ഏതാണെങ്കിൽ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇല്ലേ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3. ഓക്കെ അല്ലെ? NH3 എങ്ങനെ വരും? ഇതിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദ പവർ 0 അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ ഈ H2Cl2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ R ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് K അല്ലെങ്കിൽ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H എന്ന് വരും അല്ലെ. എങ്ങനെ വരും? H2 0 പ്ലസ് എന്തെന്ന് വരും? Cl2 0 അല്ലെ. പ്ലസ് അല്ല, നടുക്കിൽ പ്ലസ് ഒന്നും വരില്ല കേട്ടോ, ഇവിടെ പ്ലസ് വരുന്നില്ല. ഓക്കെ, 0 എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ്? പ്ലസ് ഇല്ല കേട്ടോ, പ്ലസ് വന്നതാണ് അറിയാതെ 0 വരും. ഇവിടെ Cl2 0 എന്ന് വരും. ഓക്കെ അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണെന്ന്. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫ്രാക്ഷണൽ ഓർഡറിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബാക്കി നമ്മൾ പഠിച്ചാൽ മതി. നിങ്ങൾ എക്സാമ്പിൾസ് കിട്ടുമ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണെന്ന് കാണിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം നമുക്ക്. H2 plus Br2 gives 2HBr. ഇതാണ് ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഇതിന്റെ റേറ്റ് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 പ്ലസ് എങ്ങനെ വരും? പ്ലസ് അല്ല, Br2 റേസ് ടു എങ്ങനെ വരുന്ന അറിയോ? ഇത് 1/2 ആണ്. ഇത് 1/2 ആണ്. അപ്പൊ ഇത് 1, ഇത് 1/2, 1 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 എന്ന് പറയും. എന്ത്? ഓർഡർ. ഓക്കെ അല്ലെ? ഓർഡർ 3/2. അപ്പൊ ഇതെന്തായി? ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഓർഡർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ആവാം, 0 ആകാം, 1, 2, 3 അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 1, 2, 3 പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലേ. അപ്പൊ ഏത് റിയാക്ഷൻ ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ അല്ലെ? പിന്നെ അത് എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. പിന്നെ എലമെന്ററി കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന റിയാക്ഷൻസ്, അതിനെ നമ്മൾ എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറയാം. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എലമെന്ററി റിയാക്ഷൻസ് കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പൊ അതിൽ റിവേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാവും, സൈഡ് റിയാക്ഷൻസ് ഉണ്ടാവും, കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് റിയാക്ഷനിൽ വരുന്നതാണ്. അപ്പോ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് കുറെ എലമെന്ററി റിയാക്ഷൻസ് ചേർന്നിട്ടാണ് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഉണ്ടാവുന്നത്. അത് കിട്ടിയല്ലോ? ഓക്കെ അല്ലെ? ഇനി നെഗറ്റീവ് ഓർഡർ എങ്ങനെയാ വരുന്നത് നോക്കി. ഓക്കെ, നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2O3 gives 3O2. Rate is equal to K into O3 raised to 2 into O2 raised to -1. Order എന്ന് പറയുന്നത് എത്രയാണ്? 2 - 1 which is അല്ലേ 2 + -1 എന്ന് പറഞ്ഞു വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പൊ നെഗറ്റീവ് ഓർഡറും ഉണ്ടാകാം. ഓക്കെ അല്ലെ? പിന്നെ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഓക്കെ അല്ലെ? റേഡിയേറ്റീവ് ഇന്റഗ്രേഷൻ, അതുപോലെ ഇൻവേർഷൻ ഓഫ് കെയ്ൻ ഷുഗർ, ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. വാട്ടറിന്റെ ഹൈഡ്രോളിസിസും സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. തേർഡ് ഓർഡർ റിയാക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ടേബിളിൽ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ അല്ലെ? ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്.
മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇസ് ദി നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിനെ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, അങ്ങനെയുള്ള റിയാക്ഷൻസ് അതിന്റെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണുള്ളത് ആ നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അത് ഒരിക്കലും സീറോയോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസോ വരില്ല. അത് തിയററ്റിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നാണ്. മോളിക്കുലാരിറ്റി നമുക്ക് എലിമെന്ററി റിയാക്ഷൻസ്, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മോളിക്കുലാരിറ്റി ഒരിക്കലും നെഗറ്റീവ് ആയില്ല. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി, അതായത് മോളിക്കുലാരിറ്റി എത്രയാണോ അതനുസരിച്ച് നമുക്ക് പല തരത്തിലുള്ള നമുക്ക് റിയാക്ഷൻസ് ഉണ്ട്. അതായത് മോളിക്കുലാരിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ അതിന് യൂണി മോളിക്കുലാർ റിയാക്ഷൻസ് എന്ന് പറയുന്നു. മോളിക്കുലാരിറ്റി 2 ആണെന്നുണ്ടെങ്കിൽ അത് ബൈ മോളിക്കുലാർ ഉണ്ട്. 3-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ ടെർ മോളിക്കുലാർ റിയാക്ഷൻസ് എന്നും പറയുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ആറ്റംസ് ആണോ അല്ലെങ്കിൽ എത്ര അയോൺസ് ആണോ അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ട് ാണോ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നത്, അത്രയും നമ്പർ, എത്ര നമ്പർ എത്ര നമ്പർ ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് വെച്ചാൽ ആ നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യുന്ന അതിന്റെ നമ്പറിനെയാണ്. അതൊരിക്കലും സീറോ ഫ്രാക്ഷണൽ വാല്യൂസ് വരില്ല, നെഗറ്റീവ് വാല്യൂസ് വരില്ല. എലിമെന്ററി റിയാക്ഷൻസിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? യൂണി മോളിക്കുലാർ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അപ്പൊ ഇവിടെ നോക്കിയേക്ക്, ഇവിടെ NH4NO2 ഇത് ഒരൊറ്റ റിയാക്ടന്റ് ആണല്ലേ ഇവിടെ കൊളൈഡ് ചെയ്യുന്നത്. O3 എന്ന് പറയുന്നത് ഒരൊറ്റ ആളേ ഉള്ളൂ അല്ലെ. അപ്പൊ യൂണി മോളിക്കുലാർ റിയാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. 2HI അല്ലെ, 2HI എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഷീസ് ഉണ്ടാവും അല്ലെ. 2 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇത് ബൈ മോളിക്കുലാർ ആണ്. അതുപോലെ 2NO+O2 രണ്ട് NOയും ഒരു O2, അപ്പൊ 2+1 3. അപ്പൊ ഇത് ടെർ മോളിക്കുലാർ അല്ലെങ്കിൽ ട്രൈ മോളിക്കുലാർ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. പിടികിട്ടിയല്ലോ? അപ്പൊ യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ, ടെർമോളിക്കുലാർ ഒക്കെ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പം ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉറപ്പായും പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് അത്. ഓക്കെ. യെസ്. ഇനി അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഏതാണ്ട് പഠിക്കാൻ പോവാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം എന്താ നോക്കുന്നു, അത് സീറോ ഓർഡറിന്, ഫസ്റ്റ് ഓർഡറിന്, സെക്കൻഡ് ഓർഡറിന്, അങ്ങനെ പല രീതിയിലുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഗിവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെന്റ് ടൈം ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ പല സമയത്ത് ഉണ്ടാകുന്ന കോൺസെൻട്രേഷന്റെ ആ ഒരു റിലേഷൻ, ആര് തമ്മിലുള്ള റിലേഷൻ ആണ്, ബിറ്റ്വീൻ കോൺസെൻട്രേഷൻസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് സീറോ ഓർഡർ റിയാക്ഷന്റെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു ജനറൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. യെസ്, ഒരു ജനറൽ റിയാക്ഷൻ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതാണ് ഏത്, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ. അതായത് R ഗീവ്സ് P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന്റെ ആ ഒരു റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? യെസ്, റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതൂ അല്ലെ. എങ്ങനെ നമുക്ക് കൊടുക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ. എങ്ങനെ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? ഇതിന്റെ എങ്ങനെ എഴുതാൻ സാധിക്കും? യെസ്, അതായത് ഡെൽറ്റ ആർന്നോ അല്ലെങ്കിൽ ഡി ആർന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ അല്ലെ ഈക്വൽ ടു ആറിന്റെ കുറയാണല്ലേ, അപ്പൊ -K ഇൻറ്റു DT വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലേ. DT എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തുകൂടെ? കൊടുക്കാമല്ലോ അല്ലെ. -K ഇൻറ്റു DT എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? കൊടുത്തൂടെ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? യെസ്, ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കണമല്ലേ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്യണമല്ലേ അല്ലെ. എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് R ഫൈനൽ കോൺസെൻട്രേഷൻ ഈക്വൽ ടു -K ഇൻറ്റു T അല്ലെ. DT എന്നുള്ളത് T ആയിട്ട് മാറും.
പ്ലസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 എന്ന് പറഞ്ഞു വരും അല്ലെ. R0 അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം K ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, റേറ്റ് കോൺസ്റ്റന്റ് K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T എന്ന് പറഞ്ഞിട്ട് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T എന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഓക്കെ അല്ലേ? ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലോ അല്ലെ? ഇനി ഈ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഏതാ ഇക്വേഷൻ 1? ഇത് കണ്ടോ, ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഈ ഇക്വേഷൻ 1നെ ഞാനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. ഓക്കെ അല്ലേ? ഇതിന് ഞാൻ y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഒരു ഫോർമാറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് c എന്നല്ലേ. ഇവിടെ ഞാൻ ആറിന്റെ കോൺസെൻട്രേഷനെയും ടിയും തമ്മിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? -x സ്ലോപ്പ് ആയിട്ട് വരുന്ന ഒരു ഗ്രാഫ് എനിക്ക് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഗ്രാഫ് എങ്ങനെയാ വരുന്നത് എന്ന്. നോക്കിക്കോളൂ, ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, ദാ ഇവിടെ ഞാൻ ഗ്രാഫ് വരയ്ക്കാണ്. ഓക്കെ, ഇതാണ് ആറിന്റെ കോൺസെൻട്രേഷൻ, ഇത് ടൈം ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതാ അങ്ങനെ, ഇത് ടൈം ആണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഇതിനാണ് നമ്മൾ R0 എന്ന് പറയുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0, ഇതാണ് ഇവിടുത്തെ സ്ലോപ്പ്, അത് K ആണ്. K ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ആണ്, മൈനസ് ആണ് കേട്ടോ, മൈനസ് സ്ലോപ്പ് ആണ്, -K എന്ന് വരും. ഇത് ഇവിടുത്തെ സ്ലോപ്പ് ആണ്. പിടികിട്ടിയോ? ഇതാണ് ആ ഗ്രാഫ്. ഇതിൽ R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ടൈം 0 ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്ന സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ ആണ് അറ്റ് ടൈം T. അപ്പൊ ടൈം പോകുന്നവരും എന്ത് ചെയ്യുന്നു? ആറിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറഞ്ഞ് അല്ലെ, ടൈം പോകുന്നതോറും. ഇപ്പൊ നോക്കിയേ, ഇത്രയും ടൈം എത്തിയപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ കോൺസെൻട്രേഷൻ എത്രയാണോ ഇതാണ് കോൺസെൻട്രേഷൻ അല്ലെ, ഇത്രയായിരിക്കും കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പോ ഇതാണ് ഇവരുടെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T. ഈ ടൈം ടിയിൽ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? ഇത്രയായിരിക്കും. അപ്പൊ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? സമയം പോകുന്തോറും കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടുത്തെ സ്ലോപ്പ് -K ആയിരിക്കും. അപ്പൊ നമുക്ക് ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ അല്ലെ, ഏത് ഇക്വേഷൻ ആണ്? y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ാണല്ലോ. യെസ്, ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ നോക്കി. ഇതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്കെ അല്ലേ? R0, ഒരു മിനിറ്റ്, ഇതാ നമ്മുടെ R0 മൈനസ് R ട്ടോ. R0 മൈനസ് R,
R0 മൈനസ് R കണ്ടോ, ഇത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. R0 മൈനസ് R, അതാണ് A0 മൈനസ് A എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ ടൈം T. ഓക്കെ, പിന്നെ നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാലൻസ് പോർഷനുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ ബാക്കിയുള്ള മുകളിൽ തന്നിട്ടുള്ള, അതായത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഗൂഗിൾ ഫോമിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ നന്നായിട്ട് നോക്കുക, അതൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നോട് വൈൻഡ് ചെയ്യാം. താങ്ക് യു.